ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാട്. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊല്ലം, കണ്ണൂർ ജില്ലയുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അത് മെൻ്റലബിലിറ്റി ഇല്ല, മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് മാത്സിന് വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ തിരുവനന്തപുരം ജില്ലയെ അപേക്ഷിച്ച് ക്വസ്റ്റ്യൻ നോക്കിയാൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു LDCയുടെ ക്വസ്റ്റ്യൻസിന്, ഈ കൊല്ലത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ക്വസ്റ്റ്യന്. പിന്നെ അതിനകത്ത് ജോമെട്രി പോർഷൻസ് അല്പം അധികം കയറി വന്നിട്ടുണ്ട്. അതേപോലെ അത് സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രമേ അതിനകത്തുള്ളൂ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകങ്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ബഹുഭുജം എടുത്താലും ശരി, എത്ര വശം ഉണ്ടെങ്കിലും ശരി, അതിന്റെ പുറത്തെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഏത് ബഹുഭുജത്തിന്റെയും പുറത്തെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കുമോ? 360 ഡിഗ്രി ആയിരിക്കും. ഇതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. 1 അല്ല, 10 അല്ല, 1,00,000 വശമുള്ള ബഹുഭുജമാണെങ്കിൽ ശരി, അതിന് പുറത്തെ കോണുകളുടെ തുക 360 ആയിരിക്കും. ഈ പുറത്തെ കോണുകളുടെ തുക 360 ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, അത് അകത്തെ കോണുകളുടെ തുകയുടെ ഇരട്ടിയാണെന്ന് പറയുന്നത്. പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അകം കോണുകളുടെ തുകയുടെ 2 മടങ്ങ്, മീൻസ് ഇരട്ടിയാണ്. അപ്പൊ അകത്തെ കോൺ എന്ന് പറയുന്നത് ഇതിന്റെ പകുതി ആയിരിക്കത്തില്ലേ മക്കളെ? ഓക്കെ, ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 360ന്റെ പകുതി 180 ഡിഗ്രി ആയിരിക്കും അകത്തെ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുവിധം ജോമെട്രി അറിയാവുന്നതിന് അല്ലെങ്കിൽ കുറച്ച് 2D ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നതിന് അകത്തെ കോണുകളുടെ തുക 180 ഡിഗ്രി വരുന്നത് ഏതാണെന്ന് ഒറ്റയടിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. ത്രികോണത്തിന്റെ കോണുകളുടെ തുകയാണ്. കാര്യം ത്രികോണത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി ത്രികോണത്തിന് എത്ര വശം ഉണ്ടെന്ന് വെച്ചാൽ 3 വശമല്ലേ ഉള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ 3 ആണ് വരുന്നത്. ഇതിന്റെ ആൻസർ 3 ആണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അത് ബുദ്ധിമുട്ടുണ്ട്, ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ആണ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ n-2 into 180 ആണ്. n-2 into 180 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ? n-2 into 180. ഓക്കെ, ഈ n-2 into 180 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ അകത്തെ കോണുകളുടെ തുകയായ നമുക്ക് ഈ കിട്ടിയേക്കുന്ന 180 ഡിഗ്രി, നമുക്ക് ഈ കിട്ടിയേക്കുന്ന 180 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? നമുക്ക് n എത്ര വശം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 180 ഇവിടെ എന്ത് ചെയ്തൊക്കെ ഇൻഡ് ചെയ്തൊക്കെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വേണം? n-2 equal to 180. ഈ 180 ഈ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇൻഡു ചെയ്തേക്കുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും, 180 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ n-2 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. n-2 1 ആണെങ്കിൽ നമുക്ക് n അല്ലേ കണ്ടുപിടിക്കണ്ടേ? n equal to 1. ഈ -2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആവും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതിനകത്ത് 2 പോയിന്റ്സുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഏതൊരു ബഹുഭുജത്തിന്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്, എത്ര വശം ഉണ്ടെങ്കിലും. ഓക്കെ ആണല്ലോ? അങ്ങനെ രണ്ടാമത്തെ പോയിന്റ്, ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന് അറിയാവുന്ന ആൾക്ക് അകത്തെ കോണുകളുടെ തുക 180 എന്ന് കിട്ടിയാൽ അതിന്റെ ഫൈനൽ ആൻസർ 3 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ഇത് ഇനി അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ ഇതിന്റെ ആൻസർ ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ ഇക്വേഷൻ -2 into 180 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അതിനകത്ത്. ഓക്കെ, 12 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക എത്ര? നടക്കുന്നത് 12 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക എത്ര? നിങ്ങൾ ഇത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ ബഹുഭുജം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് കിടപ്പുണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. 8ാം ക്ലാസ്സിലെ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകത്തെ കോണുകളുടെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. n വശങ്ങളുള്ള ഏതൊരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത്, n വശങ്ങളുള്ള ഏതൊരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 into 180 ആണ്. n-2 into 180. ഇപ്പൊ പറഞ്ഞില്ലേ മക്കളെ, നമ്മൾ n-2 into 180 ആണ് ഏത് ബഹുഭുജത്തിന്റെയും അകത്തുള്ള കോണുകളുടെ തുക. പുറത്തുള്ള കോണുകളുടെ അല്ല, പുറത്തുള്ള കോണുകളുടെ തുക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്ര? പുറത്തുള്ള കോണുകളുടെ തുക 360. ഇനി അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല.
ഓക്കെ. പക്ഷെ അകത്തുള്ള കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ വശങ്ങൾ കൂടുന്നതനുസരിച്ച് കോണുകളുടെ തുകയും കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഓരോ വശവും കൂടുന്നതനുസരിച്ച് 180 ഡിഗ്രി വീതം കൂടിക്കൊണ്ടേയിരിക്കും. ഏതൊരു ബഹുഭുജത്തിന് ഓരോ വശവും കൂടുന്നതനുസരിച്ചും അതിന് 180 ഡിഗ്രിയാണ് കൂടുന്നത്. അപ്പോൾ n-2 × 180 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതെന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇനി n എന്ന് പറയുന്നത് 12 വശമില്ലേ? അപ്പൊ നമുക്ക് നോക്കാം 12 - 2. n-ന്റെ വാല്യൂ നമുക്ക് n-ന്റെ വാല്യൂ 12, കാര്യം 12 വശം. 12 - 2 × 180 ആണല്ലോ, × 180. ഓക്കെ, 12 ന്ന് 2 കുറച്ച് എത്ര കിട്ടും? 10. 10 × 180, 10 × 180 എന്ന് വെച്ചാൽ 1800 ഡിഗ്രി എന്നായിരിക്കും കിട്ടുന്നത്. എത്ര കിട്ടുന്നത്? 1800 ഡിഗ്രിയാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് രണ്ടും ബഹുഭുജത്തിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? നോക്കിയേ, 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ഇപ്പൊ ഈ 2500 എന്ന് പറയുന്നത് അതിനകത്തൊരു പദമല്ല. ഓക്കെ ആണല്ലോ? 2500 ഒരിക്കലും അതിനകത്തൊരു പദമല്ല. അവസാനത്തെ പദത്തിന്റെ വർഗം സ്ക്വയർ ആണ് അവസാനം തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കാം. ഇതാണ്, നോക്കിക്കോ. 2, 5, 8 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ അവസാനം വരുന്ന പദം ഏതാണോ ആ പദത്തിന്റെ വർഗം സ്ക്വയർ ആണ് ഈ 2500 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു സംഖ്യയുടെ വർഗം സ്ക്വയർ എന്ന് പറയുന്നത് 2500 ആണെങ്കിൽ ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അതിന്റെ റൂട്ട് അങ്ങ് എടുത്താൽ പോരായോ? 2500ന്റെ റൂട്ട് എങ്ങനെ എടുക്കും? 25ന്റെ റൂട്ട് അങ്ങ് എടുക്കുക. 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. റൂട്ടിനകത്ത് 2 സ്ഥാനങ്ങളാണ് ഉള്ളതെങ്കിൽ രണ്ട് പൂജ്യങ്ങളാണ് ഉള്ളതെങ്കിൽ വെളിയിൽ വരുമ്പോൾ ഒരു 0 കൊടുക്കുക. 4 ആണെങ്കിൽ 2 കൊടുക്കുക. 6 ആണെങ്കിൽ 3 കൊടുക്കുക. ഓക്കെ, അപ്പൊ 25ന്റെ റൂട്ട് 5. 2 പൂജ്യത്തിന് നമ്മൾ വെളിയിൽ ഒരു 0 എടുത്തു, 50. അപ്പൊ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 50. അപ്പൊ നമുക്ക് ശ്രേണി ഒന്ന് എഴുതി നോക്കാം. 2, 5, 8 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ അവസാനത്തെ പദമാണ് 50. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അവസാനത്തെ പദത്തിന്റെ വർഗമാണെങ്കിൽ ശ്രേണിയിൽ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് എന്ന് പറയുന്നത് ഈ 2500 എന്ന് പറയുന്നത്. അപ്പൊ അവസാനത്തെ പദം നമ്മൾ 50 എന്ന് കിട്ടി. ഈ 50 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്ന് നോക്കാം. 50 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? n എന്ന് പറയുന്നത് Tn - T1 / d + 1. Tn - T1 / d + 1 എന്ന് പറയുന്ന Tn - T1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. Tn - T1 / d + 1. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇതിന്റെ ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. Tn - T1 / d + 1. ഓക്കെ ആണല്ലോ? റെഡ് പലർക്കും ചിലപ്പോൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ആക്കാം. ഓക്കെ, Tn - T1 / d + 1 ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ T1 എന്ന് പറയുന്നത് എന്താണ്? T1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം. ആദ്യ പദം എന്ന് പറയുന്നത് നമ്മളുടെ 2 ആണ്. Tn അവസാനത്തെ പദം. എന്ന് പറയുന്നത് എത്ര നമ്മൾ കണ്ടുപിടിച്ച് വെച്ചുകൊണ്ട് 50 ആണ്. ഓക്കെ ആണല്ലോ? ഇനി പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു പദത്തിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലത്തെ പദം ഒന്ന് കുറച്ചാൽ മതി. ഇവിടെ 2, 5 എന്ന് പോകുന്ന ശ്രേണിയിൽ 5 എന്ന് പറയുന്നതിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലത്തെ പദം എത്രയാണ്? 2 അല്ലേ? അത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3. ഇതാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ഇനി നോക്കാം. Tn എന്ന് പറഞ്ഞാൽ 50 മൈനസ് T1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? നമുക്ക് 3 പ്ലസ് 1. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് നോക്കാം. 50 ന്ന് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 48 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം.
എപ്പോഴും ബ്രാക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്ത് +1 ആഡ് ചെയ്യാവുള്ളൂ. ബ്രാക്കറ്റ് ഓപ്പറേഷൻ എപ്പോഴും ചെയ്തിരിക്കണം. ബോട്ട് മാസ് റൂൾ പ്രകാരമാണ് നമ്മൾ ഈ കണക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. 48 നമുക്ക് 3 വെച്ചിരിക്കാം. 1 3 3 6 3 18 18 16 + 1 17 നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ ഈ 2 5 8 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ അവസാനത്തെ പദമായ 50 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17ാമത്തെ പദമാണ്. ക്ലിയർ ആയോ മക്കളുമാരെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പിന്നെ ജോമെട്രി 1-2 അധികം കയറി വന്നെന്നുള്ള അല്ലാതെ ഈ LDCയുടെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പലിശയുമായിട്ട് കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്, ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുപലിശയുമായിട്ട് നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഓക്കെ, 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2500 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ഇവിടെ പലിശ മാത്രമാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് 2 രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം പറഞ്ഞുതരാം. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർ ഇക്വേഷൻ ആണ്. പ്രോപ്പർ ഇക്വേഷൻ എന്ന് പറയുന്നാൽ എന്താണ്? A = P × 1 + R/100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. വളരെ എളുപ്പം ചെയ്യാം. അതിലുകാട്ടിലും എളുപ്പം ചെയ്യാൻ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. വളരെ എളുപ്പമാണ്. അതാണ് ഇതിനെക്കാട്ട് സ്പീഡ് ചെയ്യാൻ പറ്റുന്നത്. ചിലർ പാരമ്പര്യമായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തവരുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി ഞാൻ ഇക്വേഷൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കണ്ടേ. P ഇവിടുത്തെ പ്രിൻസിപ്പൽ സം ഉണ്ട്. മുതൽ എന്ന് പറയുന്നത് എത്രയാണ്? 2500 രൂപ അല്ലയോ മക്കളുമാരെ? 2500 അല്ല, 2500 25,000 രൂപ. ഓക്കെ, ഇവിടുത്തെ നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 വർഷമാണ്. നമ്പർ ഓഫ് ഇയർ 2 വർഷം. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 8%. നമുക്കിവിടെ I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ A കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. A എന്ന് വെച്ചാൽ എമൗണ്ട് എന്നാണ് അർത്ഥം. A എന്ന് പറഞ്ഞാൽ എമൗണ്ട്. ഈ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A = P × 1 + R/100 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് എമൗണ്ട്? എമൗണ്ട് എന്ന് പറഞ്ഞാൽ പലിശയും മുതലും ചേർത്തുള്ള തുകയായിരിക്കും. മനസ്സിലായല്ലോ? നമുക്ക് ഇത് ചെയ്യുമ്പോൾ പലിശയും മുതലും കൂട്ടിയാണ് കിട്ടുന്നത്. നമുക്ക് പലിശ മാത്രം മതി. ആദ്യം നമുക്ക് പലിശയും മുതലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. A = P എന്ന് പറഞ്ഞാൽ 25,000 രൂപയല്ലയോ? 25,000 × 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8% അല്ലേ? 8/100 എന്ന് പറയുന്നത് 2 വർഷമാണ്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? ഇനി ഇതെങ്ങനെ ചെയ്യാം? 25,000. ഇനി ഒരു എളുപ്പമാർഗ്ഗം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഈ 1 + 8/100 യഥാർത്ഥത്തിൽ ചെയ്യുന്ന 1 + 8/100 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്താണ് ചെയ്യുന്നത്. അതിനും ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കിടക്കുന്ന 1 അല്ലേ? ഇവിടെ 1 ആണ്. അങ്ങനെ വന്നാൽ ഇവിടെ കിടക്കുന്ന ചിഹ്നം പ്ലസ് ആണോ എന്ന് നോക്കണം. പ്ലസ്സുമാണ് എങ്കിൽ നമ്മൾ എളുപ്പം ചെയ്യാൻ ഈ 100ഉം ഈ 8ഉം കൂടെ അങ്ങ് പ്ലസ് ചെയ്യണം. 100 8 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108 എന്ന് കിട്ടും. ഈ 100ഉം 8 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടും. താഴെ ഒരു 100 കിടപ്പില്ലേ? അത് അതേപോലെ അങ്ങ് കൊടുക്കുക. ദ ഹോൾ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? 2500 × 100ഉം 8 കൂടെ പ്ലസ് ചെയ്താൽ 108 ÷ 100 ദ ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ഇനി ഇതെങ്ങനെ ചെയ്യും? ഈ 2500നെ 2500ൽ 25,000 ഇൻറ്റു 108/100 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 108/100 ഇൻറ്റു 108/100 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 108/100 108/100 ഗുണിക്കും. ഓക്കെ, നമുക്കിത് ചെയ്യാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യയുടെ വെട്ടാം. ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യയുടെ വെട്ടാം. നമുക്ക് വെട്ടാം.
ഈ 5 10, I 5 25, 5 കിട്ടുമല്ലോ. ഇനി നമുക്ക് വെട്ടാം. 1 2 2 ഇവിടെ വെട്ടുമ്പോൾ എത്ര കിട്ടും? 50, 108നെ 2 വെച്ചിരിക്കുമ്പോൾ 54 എന്ന് കിട്ടുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു 54 ഇൻറ്റു 108 ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ അല്ലെങ്കിൽ എമൗണ്ട്, പലിശയും മുതലും ചേർത്ത് കിട്ടുന്നത്. നമുക്കപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് ഗുണിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. 29,160 രൂപ എന്നായിരിക്കും കിട്ടുന്നത്. 29,160 രൂപ. ഈ 29,160 രൂപ തുടക്കം തൊട്ടേ ഞാൻ പറയുന്നുണ്ട് എന്താ എമൗണ്ട് ആണ്. എമൗണ്ട്, ഈ എമൗണ്ട് എന്ന് വെച്ചാൽ പലിശയും മുതലും ചേർത്തയാ. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 29,160 നിന്നും നമ്മുടെ മുതലായ 25,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4,160 രൂപയാണ്. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 4,160 രൂപ. ക്ലിയർ ആണോ? 4,160 ആണ് നമുക്കിവിടെ പലിശയായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്പ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സ്റ്റെപ്പുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാൻ മറ്റൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കിക്കോ, ഇതെങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, പാസ്കൽ ട്രയാങ്കിളിൽ ഒരു വർഷത്തേക്കുള്ള കൂട്ടുപലിശ കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാണ്ട ഇങ്ങനെ 1 1 എന്നങ്ങ് എഴുതിയാൽ 1 1. 2 വർഷത്തേക്കുള്ളാണെങ്കിൽ 1 2 1 എന്നങ്ങ് എഴുതിയാൽ, 3 വർഷമാണെങ്കിൽ 1 3 3 1 എന്ന് എഴുതാം. 4 വർഷമാണെങ്കിൽ 1 4 6 4 1 എന്ന് എഴുതാം. 5 വർഷമാണെങ്കിൽ 1 5 10 10 5 1 എന്ന് എഴുതണം. ഇങ്ങനെ എഴുതാം. നമ്മളിവിടെ ചോദിച്ചിരുന്നത് വർഷം 2 അല്ലേ? വർഷം 2 ആകുമ്പോൾ 2 വർഷത്തേക്കുള്ളത് 1 2 1 1 2 1 എഴുതാം. എന്നതിന് ശേഷം നമ്മുടെ എമൗണ്ട് ആയ 25,000 രൂപ ഉണ്ടല്ലോ, അതിവിടെ എഴുതുക. 25,000 രൂപ നമ്മൾ ഇവിടെ എഴുതുക. ക്ലിയർ ആണല്ലോ? ഈ 25,000 രൂപ നമ്മൾ എഴുതി. ഈ 25,000 രൂപയുടെ ഇവിടെ പറയുന്ന പലിശ എത്ര ശതമാനമാ? 8%. 25,000 രൂപയുടെ 8% നമ്മളങ്ങ് കാണണം. അണ്ടേ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടങ്ങ് കാണിക്കുക. എഴുതുക 25,000ന്റെ 8%. 8/100. ഈ 2 0 ഈ 2 0 വെട്ടാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ 25 ഗുണം 8 എന്ന് പറഞ്ഞാൽ 200 കിട്ടും. 200ഉം 2 0 കൂടെ കൊടുക്കുക. സോറി, 200ഉം 1 0 കൂടെ കൊടുക്കുക. ഓക്കെ, 2,000 രൂപ എന്ന് കിട്ടും. ഇതിന്റെ 8% എന്ന് പറഞ്ഞാൽ 2,000 രൂപ എന്ന് കിട്ടും. ഇനി മറ്റൊരു എളുപ്പമാർഗം ഉണ്ട്. ഇങ്ങനെ എഴുതിയൊന്നും കണ്ടുപിടിക്കാതെ ചെയ്യാം. ഈ 25,000ന്റെ ഒരു 0 മാറ്റിയാൽ, 25,000ന്റെ ഒരു 0 മാറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10%. 25,000ന്റെ ഒരു 0 കിട്ടിയാൽ 10%. 2 0 മാറ്റിയാൽ കിട്ടുന്നത് 1%. അപ്പോൾ 25,000ന്റെ 1% എന്ന് പറയുന്നത് 250 ആണെങ്കിൽ 8%. 250 ഗുണം 8 2000 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ 2000 കൊണ്ട് ഇവിടെ എഴുതിയാൽ ഈ 2000ന്റെ വീണ്ടും 8%, വീണ്ടും ഈ പറയുന്ന 8% നമ്മൾ എന്ത് ചെയ്യണം? കാണണം. 2000ന്റെ 8%. അത് അങ്ങോട്ട് എഴുതാം. 2000ന്റെ 8% ആണല്ലോ. 2 0 2 0 8 ഈ 8 16 0 160 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്താ? 2000ന്റെ 10% 200, 1% 20. അപ്പൊ 8% ആകുമ്പോൾ 2 × 8 16 0. മനസ്സിലായല്ലോ? 160 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പലിശ മാത്രമല്ലേ ചോദിച്ചേക്കുന്നത്? എത്ര രൂപ പലിശ കിട്ടുമെന്നല്ലേ ചോദിച്ചേക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒന്നാമത്തെ വഴി അങ്ങ് ഒഴിവാക്കിയേക്കുക. ഒന്നാമത്തെ വഴി ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ വഴിയായ 2 ഗുണം 2000, 2ഉം 2000 ഗുണിക്കുമ്പോൾ 4000 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? പ്ലസ് ഈ 1ഉം 160 ഗുണിക്കുക 160. ഇത് കൂട്ടുമ്പോൾ 4000ഉം 160 കൂട്ടുമ്പോൾ 4,160 രൂപ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് ആൻസർ കയറാം. വളരെ വേഗത്തിൽ. ഇത്രയും സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പാസ്കൽ ട്രയാങ്കിൾ അറിഞ്ഞുകൂടാത്തവരും ഈ പാരമ്പര്യമായിട്ട് ചെയ്യുന്നു വരുന്നവർക്ക് കൊണ്ട് വേണ്ടിയാണ് ഞാൻ ആദ്യം ഇക്വേഷൻ ചെയ്തിട്ടേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ?
നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കണം. അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഈ ഭാഗത്തു നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് അതിനനുസരിച്ച് ആൻസർ നമ്മൾ കറക്റ്റ്, നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടരയുടെ സ്ക്വയറ് മൈനസ് 1.5യുടെ സ്ക്വയർ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2.5യുടെ സ്ക്വയർ മൈനസ് 1.5യുടെ സ്ക്വയർ എത്ര? ക്ലിയർ ആണല്ലോ. ഈ 2.5യുടെ സ്ക്വയർ മൈനസ് 1.5യുടെ സ്ക്വയർ നമുക്ക് ഇതിനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ടൊന്ന് മാറ്റുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറ്റുക. ഒന്നാമത്തെ ഭാഗം എ, രണ്ടാമത്തെ ഭാഗം ബി. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ക്ലിയർ ആണല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കാം ഈ 2.5യുടെ സ്ക്വയർ മൈനസ് 1.5യുടെ സ്ക്വയർ. അപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലല്ലയോ? അതിന് നമ്മൾ എഴുതാൻ പോവാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലോട്ട് എഴുതാൻ പോവാ. അപ്പൊ എയുടെ വാല്യൂ എത്ര? 2.5. എയുടെ വാല്യൂ എത്ര? 2.5 പ്ലസ് ബിയുടെ വാല്യൂ എത്ര? 1.5. ബിയുടെ വാല്യൂ 1.5. അപ്പൊ എയുടെ വാല്യൂ 2.5, ബിയുടെ വാല്യൂ 1.5 ഇൻറ്റു എ മൈനസ് ബി. എയുടെ വാല്യൂ എത്ര? 2.5. ബിയുടെ വാല്യൂ എത്ര? 1.5. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കൊന്നുകൊണ്ട് സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിക്കുക. 2.5യുടെ കൂടെ 1.5യുടെ കൂട്ടി. 2.5 പ്ലസ് 1.5 4 അല്ലേ? 2.5യുടെ കൂടെ 1.5യുടെ കൂട്ടുമ്പോൾ 4 കിട്ടത്തില്ലേ? ഓക്കെ, ഈ ബ്രാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ച ഉടനെ ഗുണന ചിഹ്നം കൊടുക്കണം. അപ്പൊ ഈ 2.5യും 1.5യുടെ കൂട്ടിയപ്പോൾ 4 കിട്ടി. 2.5യും 1.5യുടെ കൂട്ടിയപ്പോൾ 4 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി 2.5യിൽ നമുക്ക് 1.5 കുറച്ചാലോ? 1 കിട്ടും. 2.5യിൽ 1 കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. 2.5യും 1.5. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 into 2 കോമ അടുത്ത എന്തുവാ 2 into 3. ഓക്കെ, അടുത്തത് 3 into 4. ഓക്കെ, എക്സെട്ര. ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 1 into 2, 2 into 3, 3 into 4 എക്സെട്ര എന്ന ശ്രേണിയിൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്കിത് എളുപ്പം എങ്ങനെ ചെയ്യാം? നമുക്കിതാ അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ പദങ്ങളുടെ എണ്ണം എത്ര? 10 പദങ്ങളല്ലയോ? അപ്പൊ n ഈക്വൽ ടു 10 എന്ന് കൊടുക്കണം. n ഈക്വൽ ടു 10. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഇക്വേഷൻ കൊടുത്താൽ മതി. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ബൈ 3. ക്ലിയർ ആണല്ലോ. പദങ്ങളുടെ എണ്ണം 10 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ n എന്ന് വെച്ചാൽ 10 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, നോക്കിയേ. 10 ഇൻറ്റു 10 പ്ലസ് 1 എത്ര? 11 ഇൻറ്റു 10 പ്ലസ് 2 എത്ര? 12 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണോ? ഇവിടെ ക്ലിയർ ആണല്ലോ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ബൈ 3. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇത് വെട്ടാം. 1 3 3 4 3 12 11 4 44 0. ആൻസർ 420 എന്ന് കിട്ടും. ഓക്കെ ആണോ? 420. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്, 440. സി ഓപ്ഷൻ 440 ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആണോ? ഇനി ഇത് നിങ്ങൾക്കൊരു സംശയം, ഇനി ഇത് ശരിയാണോ? അങ്ങനെ ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2. 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എത്ര? 6. 4 ഇൻറ്റു 2 എന്ന് വെച്ചാൽ എത്ര കിട്ടി? 3 ഇൻറ്റു 4 എത്ര കിട്ടി? 12. അപ്പൊ അടുത്ത എത്ര വരും? 4 ഇൻറ്റു 5 എത്ര വരും? 20. അടുത്തത് 5 ഇൻറ്റു 6 എത്ര വരും? 30. ഓക്കെ, അടുത്ത 6 ഇൻറ്റു 7 എത്ര വരും? 42. ഓക്കെ ആണല്ലോ. അടുത്ത 7 ഇൻറ്റു 8 56. 8 ഇൻറ്റു 9 72. 9 ഇൻറ്റു 10
എത്ര കിട്ടും? 90. അടുത്തത് 10 × 11 110. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം കൂട്ടുക. ഈ പറയുന്ന സംഖ്യകളെല്ലാം രണ്ടും എത്ര കൂട്ടണം? 2ഉം 6ഉം 12ഉം 20ഉം 30ഉം 42ഉം 56ഉം 72ഉം 90ഉം 110ഉം എല്ലാവരും നിങ്ങൾ കൂട്ടി നോക്കിക്കോ. ആൻസർ 440 എന്നുള്ള ആൻസറേ കിട്ടത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n × n+1 × n+2 ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ചതുർഭുജത്തിന്റെ കോണുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ഇതല്ലേ ചോദിച്ചേക്കുന്നത്. ഒരു ചതുർഭുജത്തിന്റെ കോണുകൾ നമ്മൾ അംശം 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ഇതാണല്ലോ നമ്മളുടെ ചോദ്യം. ഒന്നുമില്ല, ചതുർഭുജം ഇംഗ്ലീഷിൽ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 4 വശങ്ങളുള്ള ബഹുഭുജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ ചതുർഭുജം. 4 വശങ്ങളുള്ള ബഹുഭുജം. ഏതൊരു ബഹുഭുജത്തിനും 4 വശമുള്ള ബഹുഭുജം ഏതാണോ അതിന്റെ കോണുകളുടെ തുക എപ്പോഴും 360 ആയിരിക്കും. കാണാതെ പഠിച്ചു വെച്ചാലും മതി, കുഴപ്പമില്ല. കാര്യം എന്താ? ചതുരത്തിന് 4 വശങ്ങളാണല്ലോ ഉള്ളത് മക്കൾ. വരെ 4 വശമുള്ള ചതുരത്തിന്റെ കോണുകളുടെ തുക 360 അല്ലേ? ഓക്കെ, സമചതുരത്തിന് 4 വശങ്ങളല്ലേ ഉള്ളത്. 4 കോൺ 90 90 90 90 എത്ര? 360 അല്ലേ വരുന്നത്. അപ്പോൾ 4 വശങ്ങളുണ്ട്. അപ്പോൾ ചതുർഭുജത്തിന് എപ്പോഴും 4 വശങ്ങളാണല്ലോ ഉള്ളത്. ഈ 4 വശമുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 360 ആണ്. ഇനി അത് അറിഞ്ഞൂടാ എന്ന് വിചാരിച്ചു നിങ്ങൾ ഒരുവിധപ്പെട്ടവർക്ക് എല്ലാം അറിയും. ഇനി അറിഞ്ഞൂടാങ്കിൽ എന്താണ്? കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ? n-2 × 180 അങ്ങ് ഇട്ട് കൊടുത്താൽ പോരായോ? n എന്ന് വെച്ചാൽ ചതുർഭുജം 4. ഓക്കെ, 4 - 2 × 180 അല്ലയോ? 4 - 2 4 - 2 കുറച്ചാൽ 2 2 × 180 എത്ര കിട്ടും? 360. 360 കിട്ടത്തില്ലേ? കോണുകളുടെ തുക 360 കിട്ടിയല്ലോ. ഓക്കെ, അത് നമ്മൾ അറിയാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണ്ട. നിങ്ങൾക്കറിയാം ത്രികോണത്തിന്റെ കോണുകളുടെ തുക 380, പിന്നെ ചതുർഭുജത്തിൻ്റെത് 360, ഓക്കെ, പഞ്ചഭുജം 540, അങ്ങനെ പോകും. ഓക്കെ, അതിലത് വിട്. നമുക്ക് ഇത് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4, അപ്പോൾ 1 അംശം എന്തോ 2 അംശം എന്തോ 3 അംശം എന്തോ 4 അംശം എന്തോ എല്ലാവരുടെ കൂട്ടുന്നതാണ് എത്ര? 360. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടാം. ഈ 1 കൂട്ടാം, 2 കൂട്ടാം, 3 കൂട്ടാം, 4 കൂട്ടാം. ഓക്കെ, ഇപ്പൊ 3 2 5 4 9 1 10. ഈ എല്ലാ അംശബന്ധം എല്ലാവരും കൂടുമ്പോൾ നമുക്ക് 10 കിട്ടും. അംശബന്ധം എല്ലാവരും കൂടുമ്പോൾ 10. അതിൽ ഏറ്റവും ചെറിയ കോണം എന്നാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഈ 1 അങ്ങ് എടുത്താൽ മതി. 1 എടുക്കണം, മുകളിൽ 1 കൊടുക്കണം. ഇനി ഏറ്റവും വലിയ കോണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ പ്രകാരം ഏറ്റവും വലിയ കോൺ ചോദിച്ചാൽ ഇവിടെ വലുത് എത്ര? 4 അല്ലേ? ആ 4 കൊടുത്തേക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഏറ്റവും ചെറുത് ചോദിച്ചാൽ നമ്മൾ അവിടെ 1 കൊടുക്കും. ഏറ്റവും വലുത് ചോദിച്ചാൽ ഇവിടെ 4 കൊടുക്കും. ഓക്കെ, 10ൽ 4 ആണ്. ഓക്കെ ആണോ? 10ൽ 4. ക്ലിയർ? 10ൽ 4. ഓക്കെ, ഈ 10 എന്ന് പറയുന്നതല്ലേ മൊത്തം തുക? മൊത്ത കോണുകളുടെ തുക 10 അല്ലേ? ഈ മൊത്ത കോണുകളുടെ തുക ഓൾറെഡി നമുക്കറിയാം 360 ആണെന്ന് അറിയാം. എങ്കിലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാ ഈ 0 ഇവിടെ വെട്ടാം. മനസ്സിലായോ? 36 × 4 144. അപ്പോൾ എന്താണ്? വലിയ കോൺ എന്ന് പറയുന്നത് 144 ഡിഗ്രിയാണ്. നമ്മളുടെ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രകാരം ആൻസർ ബി ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ ആവുന്നല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്ലിയർ ആണേ? ഒന്നുകൂടെ പറയണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതെ, ഒരു സംഖ്യയോടുകൂടി 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഒരു സംഖ്യയോടുകൂടി 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം. ശ്രദ്ധിച്ചോണം, വർഗമൂലത്തിന്റെ വർഗമൂലം. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം. വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ റൂട്ട്. ക്ലിയർ ആണല്ലോ? സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതാണ് 3. ഓക്കെ, നമുക്ക് സിമ്പിൾ ലോജിക്ക് ചെയ്യാം. സിമ്പിൾ ലോജിക്ക് ചെയ്യാം. ഞാനത് എക്സിറ്റ് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് സിമ്പിൾ ലോജിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം, ഞാൻ ഓപ്ഷൻ ഒന്നും ചെയ്യണ്ട എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആദ്യം ഓപ്ഷൻ ചെയ്തിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഈ കിടക്കുന്ന ഓപ്ഷനകത്ത്
നമ്മൾ പെട്ടെന്ന് ആൻസർ കയറുമെന്നാണല്ലോ നമ്മുടെ ഉദ്ദേശം. പെട്ടെന്ന് ആൻസർ കയറുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഈ ഓപ്ഷനിൽ കിടക്കുന്ന ഏതെങ്കിലും സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ, ഈ ഓപ്ഷനിൽ കിടക്കുന്ന ഏതെങ്കിലും സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു സംഖ്യയുടെ സ്ക്വയർ കിട്ടുമോ എന്ന് ആദ്യം നോക്കണം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനായ നമുക്ക് നോക്കാം. 60ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 61 ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല. അടുത്തത് 70ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 71 അത് ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത 90ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 91 അത് ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ല. നമ്മുടെ ആൻസർ പ്രകാരം 80 ഞാൻ എടുക്കുക. 80ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 81. ഈ 81 എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ 9ന്റെ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? 9ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ ഉത്തരത്തിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. ഒരു സംഖ്യയോട് കൂടി ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലം. അപ്പൊ ഒരു സംഖ്യയോട് കൂടെ ഒന്ന് കൂട്ടി, ഒരു സംഖ്യ 80. ഈ 80ന്റെ കൂടെ ഞാൻ എന്ത് കൂട്ടി? ഒന്ന് കൂട്ടിയപ്പോ 81. ഈ 81ന്റെ വർഗമൂലം മീൻസ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുമോ? 9 കിട്ടും. ആ വർഗമൂലം കിട്ടിയ 9ന്റെ വീണ്ടും വർഗമൂലം. 9 കിട്ടിയ വർഗമൂലം സ്ക്വയർ റൂട്ട് എടുത്തതിന്റെ വർഗമൂലം. അപ്പൊ 9 കിട്ടിയല്ലോ. 9ന്റെ വീണ്ടും വർഗമൂലം എടുക്കാൻ പറഞ്ഞാൽ 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. 9 വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആണെന്നല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നത്? വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ ആൻസർ എത്രയാണ്? 80 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 80 ആണ്. ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് മറ്റൊരു രീതിയിൽ എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന സംഖ്യ, നമ്മുടെ സംഖ്യ എക്സ് ആണ്. അതിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ, എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതോ ഒരു 3ന്റെ വർഗത്തിന്റെ വർഗമാണ്. 3ന്റെ വർഗത്തിന്റെ വർഗം. ആ സംഖ്യയുടെ വർഗമൂലത്തിന്റെ വർഗമൂലം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. വർഗമൂലത്തിന്റെ വർഗമൂലം. ശ്രദ്ധിച്ചോണം. വർഗമൂലത്തിന്റെ വർഗമൂലം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമ്മൾ അതെന്ത് ചെയ്യും? വർഗത്തിന്റെ വർഗമാക്കും. വർഗത്തിന്റെ വർഗം. ഓക്കെ. 3 എന്ന് പറയുന്നതല്ലയോ സംഖ്യ? അതിന്റെ വർഗം എന്ന് വെച്ചാൽ അതിന് സ്ക്വയർ കൊടുത്ത ആ വർഗത്തിന്റെ വീണ്ടും സ്ക്വയർ കൊടുക്കുമ്പോൾ വർഗമാണ്. വർഗത്തിന്റെ വർഗം. ഓക്കെ. അപ്പൊ വർഗമൂലത്തിന്റെ വർഗമൂലത്തിൽ കിടക്കുന്നതിന് നമ്മൾ എങ്ങോട്ട് പോകും? വർഗത്തിന്റെ വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. ക്ലിയർ ആണേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 റൈസ് ടു 2 × 2 എത്രയുണ്ട്? എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എ റൈസ് ടു എം എന്നല്ലയോ? എ റൈസ് ടു എം എന്ന് വെച്ചാൽ 4. നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 3 റൈസ് ടു 4. 3 റൈസ് ടു 4 എന്ന് വെച്ചാൽ 3നെ 4 പ്രാവശ്യം എഴുതി എണിക്കുക. 3 ഗുണം 3 ഗുണം 3 ഗുണം 3 അല്ലയോടോ? 3 ഗുണം 3 9, 9 ടു 3 27, 27 ഗുണം 3 81. കിട്ടിയല്ലോ. 81 കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് സംഖ്യ ഏതാണെന്നാണ്. സംഖ്യ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ട് എങ്കിൽ ഈ പ്ലസ് 1 ഉണ്ടല്ലോ, ഇനി അങ്ങ് സമത്തിനപ്പുറം കൊണ്ടുപോകണം. സമത്തിനപ്പുറം പോകുമ്പോൾ -1 വരും. അപ്പോൾ എക്സിന്റെ വാല്യൂ 81 - 1 സമയത്ത് കിട്ടിയടോ 80 എന്ന് കിട്ടി. നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 80 ആണ്. സി ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ. നമുക്ക് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ശ്രദ്ധിച്ചോണം. എത്ര മടങ്ങായി വർദ്ധിക്കും? ഓക്കെ. എത്ര മടങ്ങായി വർദ്ധിക്കും? ഞാൻ ഈ എടുത്ത് പറയുന്നതിന് കാരണമുണ്ട്. ഓപ്ഷനകത്തൊരു ആൻസർ കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ഓക്കെ. നമുക്കത് ഷോർട്ട് കട്ടിൽ എളുപ്പം ആൻസർ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആരം എന്ന് പറയുന്നത് 2 മടങ്ങായിട്ട് വർദ്ധിച്ചു. 2 മടങ്ങായി. ഉയരം എന്ന് പറയുന്നത് 3 മടങ്ങായിട്ടും വർദ്ധിച്ചു. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ ചെയ്യും. ഓക്കെ. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഇതെങ്ങനെ ആൻസർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആരം എന്ന് പറയുമ്പോൾ 2 അല്ലേ? ഈ ആരം എന്ന് പറയുന്നതിന്റെ സ്ക്വയർ അങ്ങ് എടുക്കണം. ഓക്കെ ആണോ? ആരം എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എടുക്കണം.
അതിനെ ആരം എന്ന് പറയുന്നത് 2 മടങ്ങ്, ആ 2 മടങ്ങിന്റെ സ്ക്വയർ എടുക്കണം. അതിനെ ഉയരം എത്രയാണോ പറയുന്നത് അതുകൊണ്ട് ഗുണിച്ചു വെച്ചാൽ മതി. മനസ്സിലായോ? ആരം എത്രയാണോ പറയുന്നത് അതിന്റെ സ്ക്വയർ എടുക്കുക, അതിനെ ഉയരം കൊണ്ട് ഗുണിച്ചു വെച്ചാൽ മതി. അപ്പൊ ആരം എന്ന് പറയുന്നത് എത്രയാണ്? ആരം എന്ന് പറയുന്നത് 2 മടങ്ങാവുന്നു. അപ്പൊ 2ന്റെ സ്ക്വയർ എത്ര? 4. 4 ഗുണം 3 സമം എത്ര കിട്ടി? 12 മടങ്ങ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 12 മടങ്ങായി വർദ്ധിക്കും. 12 മടങ്ങായി വർദ്ധിക്കും. എടുത്തെടുത്ത് പറയുക, 12 മടങ്ങായി വർദ്ധിക്കും. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് വ്യാപ്തം എത്ര മടങ്ങായി, വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചോദിക്കുന്നത്. എത്ര മടങ്ങായി, എത്ര മടങ്ങായി വർദ്ധിക്കും എന്ന് വെച്ചാൽ അത് 12 മടങ്ങായി വർദ്ധിക്കും. ഇനി ചോദിക്കുന്ന ചോദ്യം എത്ര മടങ്ങ് വർദ്ധിക്കും എന്നാണ് ചോദിച്ചതെന്ന് വിചാരിച്ചു. എത്ര മടങ്ങ് വർദ്ധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ 11. 11 മടങ്ങേ വർദ്ധിക്കത്തുള്ളൂ. 11 മടങ്ങേ വർദ്ധിക്കത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എത്ര മടങ്ങായി, ഇവിടുത്തെ നമ്മുടെ ആൻസർ 12 ആണ്. എത്ര മടങ്ങായി വർദ്ധിക്കുമെന്ന് വെച്ചാൽ 12 മടങ്ങാകും. എത്ര മടങ്ങ് വർദ്ധിക്കുമെന്ന് വെച്ചാൽ 11 മടങ്ങേ ഉള്ളൂ. ക്ലിയർ ആയോ? അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു തേങ്ങ ഇരിപ്പുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളുടെ കൊണ്ടുവന്ന ഒരു 11 തേങ്ങ തന്നിട്ട് അത് എത്ര തേങ്ങയായി വർദ്ധിച്ചു എന്ന് വെച്ചാൽ നമുക്ക് 12 എന്ന് പറയാം. എത്ര തേങ്ങ വർദ്ധിച്ചു എന്ന് വെച്ചാൽ 11 വർദ്ധിച്ചിട്ടുള്ളൂ. കാരണം ആദ്യം ഒരു തേങ്ങ ഉണ്ടായിരുന്നു, അതാണ് 12 ആയിട്ട് വർദ്ധിച്ചത്. അപ്പോൾ പുതുതായിട്ട് 11 വരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര മടങ്ങായി വർദ്ധിച്ചു എന്ന് വെച്ചാൽ 12, എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് വെച്ചാൽ 11. ഓക്കെ ആണല്ലോ? നമുക്ക് ഒന്നും കൂടെ നമുക്ക് വേണ്ടേ ഇതിന്റെ അടുത്ത ഒരു നമുക്കിത് ഈ ഇക്വേഷൻ പ്രകാരം ചെയ്ത് നോക്കാം. ഇക്വേഷൻ പ്രകാരം ചെയ്ത് നോക്കാം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? 1/3 പൈ r സ്ക്വയർ h. ക്ലിയർ ആണല്ലോ? 1/3 പൈ r സ്ക്വയർ h. അപ്പൊ ആദ്യം ഉള്ളത് 1/3 പൈ r സ്ക്വയർ h ആണ്. ഉണ്ടേ? ക്ലിയർ ആണേ? ഓക്കെ. ഇനി എന്തുവാ? ആരം എന്ന് പറയുന്നത് ഇരട്ടിയായെന്ന് വെച്ചാൽ ആദ്യമുള്ള ആരമായിരുന്നു. മനസ്സിലായോ? ഈ ആരം എന്ന് പറഞ്ഞ ഇപ്പൊ എന്തായി മാറി? 2r ആയി മാറി. ആരം എന്ന് പറഞ്ഞ എന്തായി മാറി? 2r ആയി മാറി. ഉയരം എന്ന് പറയുന്നത് 3h. ആദ്യം ഒരു h ഉള്ളായിരുന്നത് എത്രയായി മാറി? 3h ആയി മാറി. നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. 1/3 പൈ ഇൻറ്റു എന്താണ്? 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആരത്തിന്റെ അടുത്ത് നമ്മൾ 2r എന്ന് കൊടുക്കും. ആരത്തിന്റെ അടുത്ത് എന്ത് കൊടുക്കും? 2r ദ ഹോൾ സ്ക്വയർ പൈ r സ്ക്വയർ ഇൻറ്റു എച്ചിന്റെ അടുത്ത് 3h എന്ന് കൊടുക്കും. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 2ന്റെ സ്ക്വയർ 4, ആറിന്റെ സ്ക്വയർ r സ്ക്വയർ ഇൻറ്റു 3h എന്ന് എടുക്കാം. നമുക്കിതാ ഇവിടെ കിടക്കുന്ന പോലെ ഇതിന്റെ സംഖ്യയല്ല ഒന്ന് ആദ്യം നോക്കാം. ഓക്കെ, 1/3 ഇൻറ്റു പൈ ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു h. ആ സംഖ്യകളല്ല, ലെറ്റേഴ്സ് എല്ലാം നമ്മൾ ഇനി മാറ്റി. ഇനി അടുത്ത നമുക്ക് ഇവിടെ ഉള്ള എന്തുണ്ട്? ഇൻറ്റു എന്ത് ചെയ്യണം? 4 ഇൻറ്റു 3 നോക്കാം. 1/3 പൈ r സ്ക്വയർ h ഇൻറ്റു 4 ഗുണം 3 12. ക്ലിയർ ആണല്ലോ? ആദ്യം എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു പൈ r സ്ക്വയറേ ഉള്ളായിരുന്നു. ആദ്യം എത്രയാണ്? ഒരു പൈ r സ്ക്വയറേ ഉള്ളായിരുന്നു. അതിപ്പോ എന്താണ്? 12 ഇൻറ്റു പൈ r സ്ക്വയർ h. ആദ്യമുള്ളത് ഒരു പൈ r സ്ക്വയർ h ഉള്ളായിരുന്നു. ആദ്യമുള്ള എത്രയാണ്? ഒരു പൈ r സ്ക്വയർ h ഉള്ളായിരുന്നു. അതിപ്പോ എന്തായി? 12 ഇൻറ്റു പൈ r സ്ക്വയർ h എന്നായി. 12. അപ്പൊ എന്തുവാ? ആദ്യമുള്ള പൈ r സ്ക്വയർ h 12 പൈ r സ്ക്വയർ h ആയി മാറി എന്ന് പറഞ്ഞാൽ അത് 12 മടങ്ങായി. ഇനി എത്ര എണ്ണം വർദ്ധിച്ചു എന്ന് വെച്ചാലോ? ഇപ്പൊ മൊത്തം 12 പൈ r സ്ക്വയർ h ഉള്ളൂ. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയതായിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് 11 ഉള്ളൂ. മൊത്തത്തിൽ 12 പൈ r സ്ക്വയർ h ഉണ്ട്. ആദ്യം ഒരു പൈ r സ്ക്വയർ h ഉണ്ട്. അപ്പൊ ആ ഒരെണ്ണം കുറച്ചാൽ ബാക്കി എത്രയാണ്? 11. വർദ്ധിക്കുന്നത് എത്ര എണ്ണം വർദ്ധിച്ചു എന്ന് വെച്ചാൽ 11 വർദ്ധിച്ചു. എത്രയായി വർദ്ധിച്ചു എന്ന് വെച്ചാൽ അത് 12 വർദ്ധിച്ചു. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇത് ഇക്വേഷൻ നമ്മളെ ഷോർട്ട് കട്ട് നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇതിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ആർക്ക് എ ബി സിയുടെ അളവ് എന്ന് പറയുന്നത് 260 ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്ര? വളരെ സിമ്പിളാണ്. വളരെ 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 സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യും? ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ
ഞാൻ ആദ്യം ഒരു വൃത്തം വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വൃത്തം വരയ്ക്കാം. ഓക്കെ, നോക്കൂ, ഒരു വൃത്തം വരച്ചു. ഏതൊരു വൃത്തത്തിൻ്റെയും ആകെ ഡിഗ്രി എന്ന് പറയുന്നത് 360. ഓക്കെ, ഏത് വൃത്തത്തിൻ്റെയും ആകെയുള്ള ഡിഗ്രി 360. ക്ലിയർ? ഓക്കെ, ഞാൻ താട്ടെ ഇവിടെ ഒരു വര കൊടുത്തു എ, ഇവിടെ ഒരു വര കൊടുത്തു ബി, ഇത് എ, ഇവിടെ ബി, ഇത് വൃത്തകേന്ദ്രം ഒ. ഓക്കെ, ഇവിടെ സി എന്ന പോയിന്റും കൊടുത്തു. ഓക്കെ, എ ബി സി. എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു, ഇവിടെ സി കൊടുത്തു, എ ബി സി. ഓക്കെ, ഞാൻ റെഡ് ഉപയോഗിക്കാത്തത് പലർക്കും കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്, ആ റെഡ് ഉപയോഗിക്കാത്തത് കേട്ടോ. ഇത് ഒ വൃത്തകേന്ദ്രമാണ്. ഓക്കെ, ഇവിടെ ഒരു ചാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചാപം എ സി ബി. എ സി ബി എന്ന് പറയുന്ന ചാപം ഇതാണ്. എ സി ബി ചാപം, ആർക്ക് എ സി ബി എന്ന് പറയുന്ന ചാപം ഇതാണ്. അതായത് ഞാൻ ഈ വരയ്ക്കുന്ന ഈ ചാപമാണ് എ സി ബി. ഈ എ സി ബി എന്ന് പറയുന്നത് ഓൾറെഡി അവർ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ഓൾറെഡി എന്ന് പറയുന്നത് എത്ര ആണെന്ന് അവർ പറയുന്നുണ്ട്. എത്ര? നമുക്ക് 260 ആണെന്ന് പറയുന്നുണ്ട്. കാണാൻ പറ്റത്തില്ല, 260. 260 എന്ന് പറയുന്നുണ്ട്. 260. ഓക്കെ, 260. ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ആ 260 അങ്ങ് പോയാൽ ബാലൻസ് ഉള്ളത് നമ്മുടെ ഇവിടെ വരുന്നത് 100 ആയിരിക്കത്തില്ലേ? ഈ കോൺ 100 ഡിഗ്രി ആയി. ഇവിടുത്തെ ചാപം നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കണം. അവർ പി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. പി ആർക്ക് അല്ലെങ്കിൽ ചാപം എ പി സി എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. ചാപം എ പി സി. അപ്പൊ വേണ്ട നമുക്ക് ഇന്ന് ഇവിടെ തന്നെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഇവിടുത്തെ ചാപം, ഈ ചാപം എന്ന് പറയുന്നത് ചാപം എ പി സി. അപ്പൊ ഈ ചാപമാണ് എത്ര എന്ന് പറയുന്നത്? ഈ ചാപം എന്ന് പറയുന്നതാണ് എത്ര? 260 ഡിഗ്രി. 260. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? ഈ ഡിഗ്രി എന്ന് പറയുന്നത് എത്ര? 100 ഡിഗ്രിയാണ്. 100 ഡിഗ്രി. ഇതൊരു പോയിന്റ്. അപ്പൊ നമുക്ക് ഒരു ചാപം കിട്ടി. ചാപം എ പി സി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരൂടെ പറയാം, കോൺ എ ഒ ബി. കോൺ എ ഒ ബി എന്ന് പറയുന്ന എത്ര ഡിഗ്രി കിട്ടി? 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി 9ാം ക്ലാസ്സിലെ ഒരു പുസ്തകത്തിനകത്ത് 9-ലും 8-ലും ഉണ്ട്, അത് പറയുന്നുണ്ട്. 10-ലാണ് അതിന്റെ ഏറ്റവും കൂടുതൽ, സർക്കിൾസിനകത്താണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്. ഒരു വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ആ ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്നത്. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വൃത്തത്തിലെ ഒരു ചാപം, നമ്മളിപ്പോ ഒരു വൃത്തം കൂടെ വരച്ചു, ശ്രദ്ധിച്ചോ. വൃത്തം വരച്ചു. വൃത്തം വരച്ചു. ഒരു വൃത്തം. വൃത്തത്തിലെ ദാണ്ട് ഇങ്ങനെ വരച്ചു. ഇനി അടുത്തതിന്റെ ബാലൻസ് നമ്മൾ ഇവിടുത്തെ ഡിഗ്രി കണ്ടുപിടിച്ചു. വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര? 100 ഡിഗ്രി. ഈ 100 ഞാൻ വരച്ചു ചെയ്യുന്നത്. കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതാണ് അവിടെ നിന്ന് തുടങ്ങി മറുചാപത്തിൽ മുട്ടിയിട്ട് ഇവിടെ വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങണം, അപ്പുറത്ത് പോയി മുട്ടണം, ഇപ്പുറത്ത് വരണം. മനസ്സിലായോ? അപ്പം ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ, കേന്ദ്ര കോൺ ഇവിടെ 100, നമ്മൾ 100 കണ്ടുപിടിച്ചു. എത്രയാണോ അതിന്റെ പകുതിയാണ് ആ ചാപം. ഇവിടുത്തെ കോൺ ഓൾറെഡി പറയുന്നുണ്ട്, എ ബിയും പറയുന്നുണ്ട്, മേളത്തെ സി എന്നും പറയുന്നുണ്ട്. ആ ചാപം അതിന്റെ മറുചാപം എന്ന് പറഞ്ഞത് അതെ എ സി ബി എന്ന് പറയുന്ന ഈ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഈ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. കേന്ദ്ര കോൺ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി അല്ലയോ? 100ന്റെ പകുതിയായ 50 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ കേന്ദ്രം. അപ്പൊ ഇവിടുത്തെ കോൺ എ സി ബി, എ സി ബി എന്ന് പറയുന്ന ഈ കോൺ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന കോണായ 100 ഡിഗ്രിയുടെ പകുതിയായ 50 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ നല്ലൊരു ശതമാനം ക്വസ്റ്റ്യനും സ്കൂൾ ടെക്സ്റ്റിനകത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഒരുപാട് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ചോദിച്ചതുപോലെ വേറെ ലോ ലെവൽ ക്വസ്റ്റ്യൻസും അല്ല, അത്യാവശ്യം മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ
കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ടോപ്പിക്കുകളും കാര്യങ്ങളും അറിയാനും വേണ്ടി നമ്മളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റുകളെല്ലാം ഉടനെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.